അതെ, നമുക്കിതിനെ ഒന്ന് അടുക്കിപ്പെറുക്കി ഇതിലെ ഏറ്റവും രസകരമായ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ ലക്ഷ്യം പേരുകളോ വർഷങ്ങളോ കാണാതെ പഠിക്കുക എന്നല്ല, മറിച്ച് ഇതിന്റെ പിന്നിലെ ആശയം എന്താണ്, എന്തിനാണ് ഈ സംരക്ഷണം, അതെങ്ങനെയാണ് ചെയ്യുന്നത്, ആ ഒരു വലിയ ചിത്രം മനസ്സിലാക്കലാണ്. അപ്പോ നമുക്ക് അടിസ്ഥാന ആശയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇൻ സിറ്റു, എക്സ് സിറ്റു. ഈ രണ്ടു വാക്കുകളാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം, അല്ലേ? അതെ, ഇൻസിറ്റു എക്സിറ്റു. ലളിതമായി പറഞ്ഞാൽ, ഇൻ സിറ്റു എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ അതിന്റെ സ്വന്തം വീട്ടിൽ, അതായത് കാട്ടിൽ തന്നെ, അതെ, അതിന്റെ സ്വാഭാവികമായ ചുറ്റുപാടിൽ തന്നെ. അവിടെ തന്നെ സംരക്ഷിക്കുന്നു. എക്സിറ്റു എന്ന് പറയുമ്പോൾ അതിനെ അവിടുന്ന് മാറ്റി നമ്മൾ ഒരുക്കുന്ന ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. കൃത്യമായി. ഇൻസിറ്റുവിനെ ഓൺസൈറ്റ് കൺസർവേഷൻ എന്നും പറയാം. ഉദാഹരണത്തിന്, നമ്മുടെ ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, പിന്നെ ആളുകൾ അധികം ശ്രദ്ധിക്കാത്ത നമ്മുടെ കാവുകൾ വരെ ഇതിൽ വരും. ഓ, കാവുകളും ഇൻസിറ്റു ആണല്ലേ? തീർച്ചയായും. എക്സിറ്റു അഥവാ ഓഫ് സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന മൃഗശാലകൾ, ബൊട്ടാനിക്കൽ ഗാർഡനുകൾ, പിന്നെ കുറച്ചുകൂടി ഹൈടെക് ആയ ജീൻ ബാങ്കുകളൊക്കെ വരും. ശരി. അപ്പോ നമുക്ക് കേരളത്തിലെ ഇൻസിറ്റു രീതികളെപ്പറ്റി കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. ഇവിടെയാണ് പലർക്കും സംശയങ്ങൾ വരാറ്. എന്താണ് ഒരു വന്യജീവി സങ്കേതവും ഒരു ദേശീയോദ്യാനവും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും കാടല്ലേ? അതൊരു നല്ല ചോദ്യമാണ്. ഒറ്റനോട്ടത്തിൽ ഒരുപോലെ തോന്നും, പക്ഷെ ലക്ഷ്യങ്ങളിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ഒരു വന്യജീവി സങ്കേതം, അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ, പ്രധാനമായും അവിടത്തെ വന്യജീവികളെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു പ്രത്യേക സ്പീഷീസ്, ചിലപ്പോൾ വംശനാശം നേരിടുന്ന ഒന്ന്. അതെ. എന്നാൽ ഒരു ദേശീയോദ്യാനത്തിന്റെ ക്യാൻവാസ് കുറച്ചുകൂടി വലുതാണ്. വന്യജീവികൾ മാത്രമല്ല, ആ പ്രദേശത്തെ ചരിത്രപരമായ എന്തെങ്കിലും സ്മാരകങ്ങൾ ഉണ്ടെങ്കിൽ അത്, അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ, ഒരു പ്രത്യേകതരം പാറകളോ മണ്ണോ ഉണ്ടെങ്കിൽ അതുപോലും സംരക്ഷിക്കാൻ ദേശീയോദ്യാനത്തിന് നിയമപരമായ ബാധ്യതയുണ്ട്. ഒരു മിനിറ്റ്. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ചരിത്ര സ്മാരകങ്ങളുണ്ടെങ്കിൽ ആളുകൾ വരും, ടൂറിസം ഉണ്ടാകും. ഈ ടൂറിസവും വന്യജീവി സംരക്ഷണവും തമ്മിൽ എപ്പോഴും ഒരു സംഘർഷമുണ്ടാവില്ലേ? വളരെ പ്രസക്തമായൊരു കാര്യമാണത്. അതുകൊണ്ടാണ് ദേശീയോദ്യാനങ്ങളിൽ കോർ സോൺ, ബഫർ സോൺ എന്നൊക്കെ പറഞ്ഞ് കർശനമായി അതിരുകൾ നിശ്ചയിക്കുന്നത്. കോർ സോണിൽ മനുഷ്യർക്ക് ഒരു കാരണവശാലും പ്രവേശനമുണ്ടാകില്ല. ആ, അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റില്ല. ഇല്ല. ടൂറിസ്റ്റ്